നമസ്കാരം. പ്രധാന വാർത്തകൾ. രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. കേരളത്തിൽ അതിതീവ്ര മഴ തുടരും. 3 ജില്ലകളിൽ വീണ്ടും റെഡ് അലർട്ട്. ഇന്ന് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇതുപ്രകാരം 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലർട്ട് ആകട്ടെ 6 ജില്ലകളിലേക്ക് നീട്ടിയിട്ടുണ്ട്. ഇടുക്കിയിലാണ് പുതിയതായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് ആയിരിക്കും. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജോയിക്ക് വേണ്ടി പ്രാർത്ഥനകളെല്ലാം വിഫലം. വേദന പങ്കുവച്ച് സതീശൻ. ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയിയുടെ മരണവാർത്തയിലെ വേദന പങ്കുവച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത്. നന്മയുള്ള എത്രമാത്രം മനുഷ്യഹൃദയങ്ങളാണ് ജോയിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുകയെന്നും പ്രാർത്ഥനകളെല്ലാം വിഫലമായെന്നുമാണ് സതീശൻ കുറിച്ചത്. ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ എല്ലാവർക്കും നന്ദിയും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ജോയിയുടെ വയോധികയായ മാതാവ് ഉൾപ്പെടെ ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഉണ്ടെന്നത് സർക്കാർ മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മിണ്ടാപ്രാണികളോട് കൊടും ക്രൂരത. നായ്ക്കുട്ടികളെ പെരുമഴയത്ത് ചാക്കിൽ കെട്ടി റോഡിൽ ഉപേക്ഷിച്ചു. മലപ്പുറത്ത് നായ്ക്കുട്ടികളോട് കൊടും ക്രൂരത. പ്രസവിച്ച ഉടനെയുള്ള 4 നായ്ക്കുട്ടികളെ ചാക്കിൽ കെട്ടി റോഡരികിൽ തള്ളി. മലപ്പുറം നഗരത്തിൽ പൂവാട്ടുകുന്നിൽ രാവിലെയാണ് സംഭവം. കനത്ത മഴയിൽ നനഞ്ഞു തണുത്ത് വിറച്ച നായ്ക്കുട്ടികൾ റോഡരികിൽ തന്നെ ഉച്ചവരെ കിടന്നു. മലപ്പുറം നഗരസഭാ കൗൺസിലർ KPA ഷെരീഫും മൃഗസ്നേഹിയായ അഭിഭാഷക യമുനയും ചേർന്ന് 4 നായ്ക്കുട്ടികളെയും എടുത്ത് മൃഗഡോക്ടറുടെ അടുക്കലെത്തിച്ചു. നായ്ക്കുട്ടികളെ തൽക്കാലം സംരക്ഷിക്കുമെന്ന് KPA ഷെരീഫ് അറിയിച്ചു. കനത്ത മഴയ്ക്കിടെ സംസ്ഥാനത്ത് നിരവധിയിടങ്ങളിൽ വാഹനാപകടം. തൃശൂർ പഴഞ്ഞിയിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായി. കാറിനകത്തകപ്പെട്ട ബാങ്ക് മാനേജറെ ഇതുവഴി വന്ന യാത്രക്കാർ രക്ഷപ്പെടുത്തി. പട്ടാമ്പിയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിലിടിച്ച് തകർത്ത ശേഷം നിർത്താതെ പോയി. വാളഞ്ചേരിയിൽ ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ തലനാടിലേക്ക് രക്ഷപ്പെട്ടു. കോട്ടയത്ത് നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്ക് മരം വീണും അപകടമുണ്ടായി.